അർജന്റീനയും മെസ്സിയും എന്നും എല്ലാവർക്കും എത്രയൊക്കെ വിയോജിപ്പുകൾ ഉണ്ടെങ്കിലും ഇഷ്ടമുള്ള ഒരു രാജ്യമായിരുന്നു. ഇനി എങ്ങനെ ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും? ഇസ്രായേൽ ഈ പാലസ്തീൻ വിഷയത്തിൽ അർജന്റീന എന്ന് പറയുന്ന രാജ്യം എടുത്തൊരു ഡിസിഷൻ്റെ പേരിൽ നമുക്ക് അർജന്റീനൻ ഫുട്ബോളിനോടും മെസ്സിയോടും ദേഷ്യം വരേണ്ടതുണ്ടോ? ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണെന്ന് എനിക്കറിയാം. പലതരത്തിലുള്ള വിയോജിപ്പുകളും ചിലപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഉണ്ടാവാം. പക്ഷേ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി കാര്യങ്ങൾ സംസാരിച്ച് പോകാനായിട്ടുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആൻഡ് നിങ്ങളുടെ വിയോജിപ്പായാലും യോജിപ്പായാലും അത് കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. സോ ഒഫീഷ്യലി വെൽക്കം ബാക്ക് ടു AT പോഡ്കാസ്റ്റ് ഫുട്ബോൾ ക്ലബ് ആൻഡ് ദിസ് ഈസ് RJ ആൻഡപ്പൻ. ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മളെല്ലാവരും ഞാനും നീയും ഒക്കെ ഇതൊന്നും നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതല്ലെങ്കിൽ പോലും ഹ്യൂമാനിറ്റി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതിൻ്റെ കൂടെ നിൽക്കാനായിട്ട് എപ്പോഴും നമുക്ക് പറ്റിയിട്ടുള്ളൂ. ഇപ്പോൾ ഈ അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനിടയിൽ ഇന്ത്യ കളി മാറ്റിവെക്കാനായിട്ട് പലരും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ, ഇതെന്തിനാണ് ഇപ്പോൾ ഒരു കളി ഇങ്ങനെ അതും പാകിസ്ഥാനെതിരെ കളിക്കേണ്ടി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ കളിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും സത്യത്തിൽ എങ്ങനെ പ്രതിഷേധിക്കണം എന്ന് കാണിച്ചു. ഈ സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറയുന്ന സാധനം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻഷിപ്പ് എന്ന് പറയുന്ന സംഭവം ഉള്ളതുകൊണ്ട് തന്നെയാണ് എല്ലാവരും കളി തുടങ്ങുന്നതിന് മുമ്പും അവസാനിക്കുമ്പോഴും കൈ കൊടുക്കുന്നത്. ഇന്ത്യ കാണിച്ചു തന്ന ഏറ്റവും വലിയൊരു ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ആ വിയോജിപ്പ് വ്യക്തമായി ലോക രാജ്യങ്ങൾ അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ആ വിയോജിപ്പ് എവിടെ കാണിച്ചത്? ഗ്രൗണ്ടിൽ കാണിച്ചത്. കളിയിലും ഈ സംഭവത്തിലുമല്ല, കളി കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ തന്നെ പാകിസ്ഥാൻ പ്ലേയേഴ്സിന് കൈ കൊടുത്തില്ല എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് കളിച്ച് കാണും എന്നുള്ളതും ഒരു ചോദ്യമല്ലേ? രാഷ്ട്രീയവും ഈ പറയുന്ന പോലെ തന്നെ കായികവും അല്ലെങ്കിൽ സ്പോർട്സും ഒരുമിച്ച് ചേർക്കേണ്ട സംഭവമാണോ? ഇതൊരു വലിയ ഡിബേറ്റബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ് ഇതിനെ കാണുന്നത്. ഇപ്പോൾ പഴയ കുറച്ച് കാലം മുമ്പൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രസൻസും അവരുടെ ഒരു ആധിപത്യം എന്നൊക്കെ പറയില്ലേ, ഇത് കാണിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഫുട്ബോൾ ക്ലബ്ബുകളായാലും മറ്റ് സംഭവങ്ങളൊക്കെ ആയിരുന്നെങ്കിലും ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കുറച്ചും കൂടെ നല്ല എവിഡൻ്റ് ആയിട്ട് അറിയിക്കാൻ വേണ്ടി തന്നെ ഫുട്ബോൾ ക്ലബ്ബുകൾ ഉപയോഗിച്ചിരുന്നൊരു കാലമുണ്ട്. എന്നാൽ അവിടെ നിന്ന് ഇപ്പോൾ മാറി. ഇപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിലല്ല നിൽക്കുന്നത് എന്നുള്ളതുണ്ട്. ഇപ്പോൾ സ്പോർട്സ് എന്നുള്ളൊരു സ്ഥലത്താണ്. പക്ഷെ അതുകൊണ്ട് അർജന്റീനൻ ടീമിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? സ്വാഭാവികമായിട്ടും നിങ്ങളപ്പോൾ അങ്ങനെ ചിന്തിക്കും. ഇതിൽ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി അർജന്റീനൻ പൊളിറ്റിക്സിനെ കുറിച്ച് എത്രമാത്രം നിങ്ങൾ അവെയർ ആയിരിക്കുമെന്ന് എനിക്കറിയില്ല. കുറേ കാലം വരേക്കും അർജന്റീന എടുത്തിരുന്ന ഡിസിഷൻസിൽ നിന്നും ഇപ്പോൾ ഭയങ്കര മാറ്റമുണ്ടായതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് പറയുന്നത് നിലവിലെ അവരുടെ രാജ്യം ഭരിക്കുന്ന ഈ പറയുന്നത് പോലുള്ള പ്രസിഡൻ്റാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും കാലം എന്തായിരുന്നു അർജന്റീന, അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് പുള്ളി എല്ലാ കാര്യങ്ങളിലും എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു ഓപ്പോസിറ്റ് ഡിസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഹ്യൂമാനിറ്റിക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള ഡിസിഷനായിട്ട് ആദ്യത്തെ വോട്ട് ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് ചെയ്യേണ്ടി വന്നത് എന്ന് പേഴ്സണലി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതൊരു ന്യായീകരണമാണോ? അല്ല. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും യോജിപ്പുണ്ടാവാം. കാര്യം നിങ്ങൾ ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അർജന്റീന എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കിതാണ് ഓർമ്മ വരുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ പ്രതിഷേധം കാണിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതുകൊണ്ട് ഇതിനെല്ലാത്തിനും കാരണം അർജന്റീന ഫുട്ബോളും അർജന്റീനയുടെ മെസ്സിയുമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുള്ളിയെ വീണ്ടും ക്രൂഷ്യൽ ഏറ്റാനായിട്ട് നമ്മൾ എവിടേക്കോ ശ്രമിക്കുന്നത് പോലെ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാര്യം പലപ്പോഴും ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്നൊരു കാര്യമാണ് എന്ന് വെച്ചാൽ മെസ്സി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല ഇതിലൊന്നും. മെസ്സി ഇതിൽ മാത്രമല്ല, മെസ്സി ഒന്നിലും പ്രതികരിക്കാറില്ല. ഈ മീഡിയ സ്റ്റണ്ടുകളോട് വലിയ രീതിയിൽ താല്പര്യമുള്ള ഒരാളല്ല മെസ്സി എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതിപ്പോൾ മനസ്സിലായവനാണെന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതമായിരിക്കും എന്നുള്ളതാണ് കേട്ടോ. പുള്ളി മുമ്പും പല കാര്യങ്ങളും പ്രതികരിച്ചിട്ടില്ല. പക്ഷേ ചെയ്യേണ്ട സഹായങ്ങൾ ചെയ്യേണ്ട രാജ്യങ്ങൾക്ക് ചെയ്യേണ്ട സമയങ്ങളിൽ കൃത്യമായിട്ട് ചെയ്തിട്ടുള്ളൊരു മനുഷ്യനാണ് മെസ്സി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ പുള്ളി ഒരു പബ്ലിക് ഒപ്പീനിയൻ പറയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇതുവരെയും പറഞ്ഞിട്ടില്ല, ഇനി പറയുമെന്നും എനിക്ക് തോന്നുന്നില്ല. ബേസിക്കലി പുള്ളി അങ്ങനെയാണ്. പുള്ളിക്ക് കിട്ടിയ അച്ചീവ്മെൻറ്റ്സ് പോലും ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമ്മൾ എവിടെയും കണ്ടിട്ടില്ല. അപ്പം ആ ഡിഫറൻസ് ഈ പറയുന്ന താരത്തിലുണ്ട്. അപ്പോൾ അത് മാനിക്കണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. കാര്യം അർജന്റീനയുടെ പൊളിറ്റിക്സ് കണ്ടല്ല അർജന്റീന എന്ന് പറയുന്ന ഫുട്ബോളിംഗ് രാജ്യത്തെ നമ്മൾ സ്നേഹിച്ചത്, അല്ലെങ്കിൽ ആ ഫുട്ബോളിംഗ് ടീമിനെ നമ്മൾ ഇഷ്ടപ്പെട്ടത്. മെസ്സിയും അവിടുത്തെ ഫുട്ബോൾ കൾച്ചറും എൻ്റയർ ഡിഫറെൻ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആ വിയോജിപ്പ് സ്വാഭാവികമായിട്ട് ഞാൻ എങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കളി കാണാൻ പോകുന്നുണ്ടെങ്കിൽ അർജന്റീനയുടെ ജേഴ്സി അണിയുന്നില്ല, അത് എൻ്റെ ഒരു പ്രതിഷേധമായിട്ട് ഞാൻ എടുക്കുന്നൊരു സാധനമാണ്. കാര്യം വേണ്ട,
അങ്ങനെ അത് ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തന്നെ ഒരു ഉള്ളിൽ കുത്തലാണ്. കാര്യം മേ ബി മെസ്സി എനിക്കിഷ്ടമുള്ളതായിരിക്കാം, അർജൻറ്റീന ടീം എന്ന് പറയുന്നതും ഈ പറയുന്ന ഫുട്ബോളിംഗ് നേഷനോട് എനിക്കൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് അർജൻറ്റീന എടുത്ത ഡിസിഷൻ മാറ്റുന്നവരേക്കും ഞാൻ ആ ജേഴ്സി അണിയില്ല എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതുകൊണ്ട് ഞാൻ ചെയ്യില്ല. അത് എൻ്റെ തരത്തിലുള്ളൊരിതാണ്. അതുകൊണ്ട് മാത്രം ഇതിൻ്റെ എല്ലാ കുറ്റവും മെസ്സിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കണം എന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് പേഴ്സണലി വിയോജിപ്പുണ്ട്. കാര്യം ഫുട്ബോളും അല്ലെങ്കിൽ ഏത് കായികമാണെന്നുണ്ടെങ്കിലും അത് രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണം, എന്നാലേ അതിനൊക്കെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ബ്രസീലിൻ്റെ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരേക്കുമുള്ള ഒപ്പീനിയൻ ഈ വിഷയത്തിൽ എന്തായിരുന്നു എന്നൊന്ന് ഞാൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഞാനതൊരു ഇപ്പോൾ ഒരു ആർഗ്യുമെൻറ്റിന് അവിടുത്തെ ഇത് നോക്കൂ ഇവിടുത്തെ ഇത് എടുത്തു നോക്കൂ എന്നുള്ളത് കൊണ്ടല്ല. അവരുടെ പ്രസിഡന്റ് മാറി ഇപ്പോൾ നിലവിൽ അവർക്കത് അനുകൂലിക്കേണ്ട സിറ്റുവേഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അവരുടെ ഞാൻ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടങ് സ്ലിപ്പ് മതി പിന്നെ വലിച്ച് കീറാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് അങ്ങനെ പറയാത്തത്. ബ്രസീൽ ഇതിനു മുമ്പ് എന്താണോ നിലവിൽ അർജൻറ്റീന എടുത്തിരുന്ന ഡിസിഷൻ അതിൻ്റെ ഒപ്പം തന്നെ നിന്നിട്ടുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. പിന്നീട് ഇപ്പോഴാണ് മാറിയത്. സോ സ്വാഭാവികമായിട്ടും അർജൻറ്റീന ഇത്രയും കാലം എടുക്കാത്ത ഡിസിഷനാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നിലവിലെ ആ രാഷ്ട്രീയത്തിലെ ഒരു മൂവായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. അത് ഫുട്ബോളിലേക്ക് കലർത്തരുത്. പക്ഷേ വിയോജിപ്പുകൾ കാണിക്കേണ്ടടുത്ത് വിയോജിപ്പുകൾ കാണിക്കുക തന്നെ വേണം. കാര്യം നമ്മൾ ഇന്ത്യക്കാരാണ്, ഹ്യൂമാനിറ്റിക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ്. പറയേണ്ടത് യവൻ്റെ മുഖത്ത് നോക്കിയിട്ടാണെങ്കിലും പറയാനുള്ള റൈറ്റ്സ് ഉള്ളവരാണ്, ധൈര്യമുള്ളവരാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സോ സ്വാഭാവികമായിട്ടും പ്രതിഷേധിക്കേണ്ടത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഈ പറയുന്നത് പോലെ മത്സരത്തിനിടയിൽ പ്രതിഷേധിക്കാൻ പറ്റുമെങ്കിൽ പ്രതിഷേധിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ്, നമ്മൾ അങ്ങനെ ആണ്ടാ, നമ്മളത് പ്രതികരിച്ചിരിക്കും. അതുകൊണ്ട് ഈ പലരെയും നിനക്കൊക്കെ വേൾഡ് കപ്പ് കിട്ടാത്തതിൻ്റെ ചുരുക്കമാണ്, അതുകൊണ്ടല്ലേ നീയൊക്കെ ഇങ്ങനെ പറയുന്നത് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാര്യം വി ഓൾ ഹാവ് പൊളിറ്റിക്സ്. അതിൽ ഹ്യൂമാനിറ്റിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ നമ്മളെല്ലാവരും പ്രതികരിച്ചു പോവും. അതിൽ ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഇതൊന്നും മെസ്സിയുടെയോ അർജൻറ്റീന ഫുട്ബോൾ ടീമിൻ്റെയോ പ്രശ്നമല്ല എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഇവിടെ പറയണം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ മുഴുവൻ കാണുക. നിങ്ങൾക്ക് ഇപ്പോൾ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളതും കൂടെ താഴെ കമൻറ്റ് ചെയ്യുക എന്ന് ഓർമ്മിപ്പിക്കുന്നു കേട്ടോ. താങ്ക് യു. പിന്നെ ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയൊരു കാര്യമുണ്ട്. ഈ റഷ്യ, നമുക്കറിയാവുന്ന പോലെ തന്നെ ഉക്രൈൻ വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അവർ ഫിഫ ഈ പറയുന്ന പോലെ തന്നെ ബാൻ ചെയ്യുകയും കളിക്കാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. എന്നിട്ട് എന്തുകൊണ്ട് ഇപ്പോഴും ഇസ്രായേൽ കളിക്കുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തന്നെയാണ് സ്പെയിൻ പറഞ്ഞത്, ഇനി അവർ യോഗ്യത നേടി വേൾഡ് കപ്പ് കളിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെയിൻ കളിക്കില്ല. അതാണ്, അങ്ങനെ തന്നെ വേണം. ഈ റഷ്യയോട് എടുക്കാമെങ്കിൽ ഈ പറയുന്നത് പോലെ എടുക്കാനുള്ള റൈറ്റ്സും കൂടെ ആർക്ക് വേണം? ഫിഫയ്ക്കും ഈ പറയുന്നത് പോലെ തന്നെ UEFA ഒക്കെ അതിനുള്ള ഗട്ട്സ് ഉണ്ട്. UEFA ഒക്കെ വേണം എന്നുള്ള ഒരു ഇതും കൂടെയാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. കാരണം ചില സ്ഥലത്ത് മാത്രം ന്യൂട്രൽ അടിക്കുന്നത് അത്ര നല്ല ഒരു സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. ഇതൊരു വലിയ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. സോ അതിനെ അലമ്പാക്കരുത്. നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കോൺവെർസേഷൻസ് കീപ്പ് ചെയ്യുക താഴെ കമൻറ്റ് സെക്ഷനിലാണെന്നുണ്ടെങ്കിലും. ഓർമ്മിപ്പിച്ചുകൊണ്ട് ചിൽ കുപ്പിച്ചിൽ. താങ്ക് യു.